നമസ്കാരം. ഞാൻ KV രാജേന്ദ്രൻ, തപസ്യയുടെ ജില്ലാ അധ്യക്ഷൻ. ഭാരതീയ തീർത്ഥസ്ഥാനങ്ങളിൽ കൂടിയുള്ള യാത്രകൾ മനുഷ്യൻ്റെ മനസ്സിനെ, തീർത്ഥാടകൻ്റെ മനസ്സിനെ എത്രത്തോളം ശുഭകരമായി ബാധിക്കുന്നു എന്ന് യാത്ര പോയവർക്കറിയാൻ കഴിയും. കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഹിമാലയത്തിൻ്റെ ചതുർധാമങ്ങളിലൊന്നായ കേദാർനാഥിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു. ഇന്ന് നമുക്ക് ബദരീനാഥിലേക്ക് വരാം. ബദരീനാഥ് ചതുർധാമങ്ങളിലൊന്നാണ്. ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രം തന്നെയാണ് അവിടെയുള്ളത്. ആ ബദരീനാഥിൽ പൂജ ചെയ്യുന്നത് മലയാളി നമ്പൂതിരിയായിട്ടുള്ള ആളാണ്. അവരുടെ വിളിപ്പേരാണ് റാവൽ. കണ്ണൂർ സ്വദേശികളായിട്ടുള്ള മലയാളി ബ്രാഹ്മണരാണ് അവിടെ പൂജ ചെയ്യുന്നത്. ഞാൻ അതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. കേദാർനാഥിൽ കർണാടകയിലെ ലിംഗായത്ത സമുദായക്കാരാണ് എങ്കിൽ ബദരീനാഥിൽ പൂജ ചെയ്യുന്നത് മലയാളി നമ്പൂതിരിയാണ്. അവിടുത്തെ പ്രധാന പൂജ്യ വസ്തു എന്ന് പറയുന്നത് നാളികേരമാണ്. നോക്കൂ, ഭാരതത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റം ടിബറ്റിനോട് ചേർന്ന് കിടക്കുന്ന അവസാന ഗ്രാമമായിട്ടുള്ള മാനാഗ്രാമത്തിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന ആ ബദരീനാഥിൽ, അതിനപ്പുറം ടിബറ്റ്, അത് കഴിഞ്ഞ് ചൈന, പിന്നെ അപ്പുറത്തൊരു ഭാരതത്തിന് സ്ഥലമില്ല. ആ വടക്കേ അറ്റത്തുള്ള ഹിമശൃംഗത്തിലെ ആ ക്ഷേത്രത്തിലെ പൂജ്യ വസ്തു എന്ന് പറയുന്നത് ഇന്ന് തെക്കേ അറ്റത്തുള്ള കേരളത്തിലെ നാളികേരമാണ്. ആ സാംസ്കാരിക ഏകതയുടെ ഒരു കരുത്ത് ഏകശിലാഖണ്ഡമായി ഭാരതത്തിൻ്റെ സാംസ്കാരിക പ്രതലത്തെ കാണുന്ന, സാംസ്കാരിക തനിമയെ കാണുന്ന ആ ഭവ്യമായ കാഴ്ചപ്പാട് എത്ര വിവരിച്ചാലും തീരാത്തതാണ്. അവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നേരത്തെ കേദാർനാഥിലുള്ളതുപോലെ തന്നെ ബദരിയിലും ഭയങ്കര തണുപ്പാണ്. ആദ്യമായി പോയപ്പോൾ ചുണ്ടൊക്കെ പൊട്ടി ഇങ്ങനെ ചോര വന്നു. ഷൂസിടാതെ, സോക്സും ഷൂസും ഇല്ലാതെ നിലത്ത് ചവിട്ടാൻ നോക്കില്ല. പക്ഷേ എൻ്റെ ആ യാത്രയിൽ ഗുരുനാഥ സ്ഥാനത്തുണ്ടായിരുന്ന ഗുരുനാഥനായിരുന്ന അംബികാനന്ദ സ്വാമി, അദ്ദേഹം 103 വയസ്സിലാണ് സമാധിയായത്. ഞാൻ ആദ്യം പോകുമ്പോൾ അദ്ദേഹത്തിന് 97 വയസ്സോ മറ്റോ ഉണ്ടായിരുന്നു. ആ 97 വയസ്സുള്ള മനുഷ്യൻ വെറും മുട്ടോളം എത്തുന്ന ഒരു കാവ്യമുണ്ട്, ഏതോ ഭക്തൻ വാങ്ങിക്കൊടുത്ത ഒരു ചെറിയ മേൽമുണ്ട്. ഈ കൊടുന്തണുപ്പത്ത് ഞങ്ങളെപ്പോലെയുള്ള യാത്രക്കാരെല്ലാം കണ്ണ് മാത്രം പുറത്ത് കാണിച്ച് കൈയുറയും കാലുറയും അതുപോലെ തന്നെ തൊപ്പിയും ഒക്കെ ധരിച്ച് സർവത്ര ഈ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള കമ്പിളി വസ്ത്രങ്ങൾ ധരിച്ച് നിൽക്കുമ്പോൾ ഈ 97 വയസ്സ് പ്രായമുള്ള ആ സന്യാസി ശ്രേഷ്ഠൻ നഗ്നപാതനായി മുട്ടോളം എത്തുന്ന ഒരു കാവ്യമുണ്ടും അതുപോലെ തന്നെ ഒരു ചെറിയ തോർത്ത്, കാവ്യ നിറത്തിലുള്ള മേൽമുണ്ട്, തോർത്ത് മേൽമുണ്ടാക്കി ധരിച്ച് അക്ഷോഭ്യനായി നിർവികാരനായി യാത്രക്കാരെ നയിക്കുന്ന കാഴ്ച. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള കൃഷ്ണൻ നായർ സാർ, യാത്രയുടെ കൺവീനർ, ഞാൻ പോയ യാത്രയുടെ കൺവീനറായിരുന്നു, അദ്ദേഹവും അതുപോലെ തന്നെയാണ്. എത്ര ഭംഗിയായി അദ്ദേഹം നടന്നു പോകുന്ന കാഴ്ച കാണാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള വൈവിധ്യങ്ങളെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ വളരെ ഹൃദയചേതനയോട് തന്നെ നമുക്ക് ദർശിക്കാൻ കഴിയുന്ന ആ ശിവ സ്പന്ദനം അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന ബദരീനാഥ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെയും തപ്ത കൊണ്ടുണ്ട്. 3 ഘട്ടങ്ങളിലായി നല്ല തിളയ്ക്കുന്ന വെള്ളം ഒലിച്ചിറങ്ങുന്നു. അവിടെ നിന്ന് അല്പം താഴേക്ക് വീണ്ടും ഒലിച്ചിറങ്ങുന്നു. അതിന് താഴേക്ക് ഒലിച്ചിറങ്ങുന്നു. 3ാമത്തെ ഘട്ടത്തിലെത്തുമ്പോൾ ചൂട് ഏകദേശം പകുതിയാവുന്നു. അവിടെ നമുക്ക് കുളിക്കാൻ പറ്റും. ആദ്യത്തേതിൽ വിരൽ വെച്ചാൽ പൊള്ളിപ്പോവും. തിളയ്ക്കുന്ന ചൂടാണ്. അവിടെ ആളുകൾ ഭക്ഷണം പാചകം ചെയ്യാറുണ്ട്. എങ്ങനെയാണ്?
തോർത്തിലിങ്ങനെ കെട്ടിയിട്ട് പയറും ഉരുളക്കിഴങ്ങും കൂടി കെട്ടിയിട്ടിട്ട് ആ വെള്ളത്തിലിട്ടാൽ അത് വെന്ത് ഭക്ഷണമായി എടുത്ത് കഴിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു ബദ്രീനാഥിൽ. അവിടെ മലയാളി പൂജാരിയാണ്, ഞാൻ സൂചിപ്പിച്ചല്ലോ. ആ മലയാളി സാന്നിധ്യം വടക്കേ ഇന്ത്യയിൽ പൂജാ കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചത് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള കേരളത്തിൽ ഉള്ള പൂജാരിമാരെയാണ്. അങ്ങനെയുടെ ആ വൈവിധ്യത്തെ, ദാർശനിക വൈഭവത്തെ നമുക്ക് കാട്ടിത്തരുന്നു കാഴ്ച. ആ ബദ്രീനാഥിൽ ദർശനം കിട്ടുക അപൂർവ ഭാഗ്യമാണ്. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം മാന ഗ്രാമത്തിലേക്ക് പോകാം. ലാസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അവസാനത്തെ ഗ്രാമം മാന ഗ്രാമം. അവിടെ പോകുമ്പോൾ നമുക്ക് 2-3 കിലോമീറ്റർ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ കാണാവുന്ന കാഴ്ച, അവിടെയാണ് വ്യാസഗുഹയും ഗണപതി ഗുഹയും കാണാൻ സാധിക്കുന്നു. ഹിമാലയത്തിൻ്റെ മടിത്തട്ട്, ആ ടിബറ്റിൻ്റെ ഭാഗത്ത് യാത്രത്തി കഴിഞ്ഞാൽ ടിബറ്റാണ്, മഞ്ഞുറഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. ഏകദേശം 122 കിലോമീറ്റർ ഉയരത്തിൽ കാണുന്ന വസുധാര വെള്ളച്ചാട്ടം. അവിടുന്ന് വെള്ളച്ചാട്ടം ശ്രദ്ധിച്ചു നോക്കിയാൽ വെള്ളച്ചാട്ടം ഇങ്ങനെ ആ മഞ്ഞുമലകളെ കീറി മുറിച്ചുകൊണ്ട് വരുന്ന മറ്റൊരു അപൂർവമായ കാഴ്ച. രജതരേഖകൾ പോലെ വെട്ടിത്തിളങ്ങുന്ന രജതരേഖകൾ പോലെ ഇങ്ങനെ പതഞ്ഞൊഴുകുന്ന ആ വസുധാര വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. പണ്ട് നമ്മുടെ ഋഷീശ്വരന്മാർ കൈലാസത്തേക്ക് പോയിരുന്നത് ഇതുവഴിയായിരുന്നു. കാൽനടയായി ഈ ടിബറ്റിൽ കൂടി അന്ന് കൈലാസത്തേക്ക് പോകാനുള്ള വഴിയുണ്ടായിരുന്നു. പക്ഷേ ചൈന ടിബറ്റ് പിടിച്ചടക്കിയതോടുകൂടി ഇതുവഴിയുള്ള കാൽനട വഴി ആയിട്ടുള്ള കൈലാസത്തിലേക്കുള്ള യാത്ര അത് ഇല്ലാതായി. സ്വാഭാവികമായും ആ കാഴ്ച, ഈ ഗണപതി ഗുഹയും വ്യാസഗുഹയും, ഗണപതി ഇരുന്ന് എഴുതിയെടുത്തത്, വ്യാസൻ ചൊല്ലിക്കൊടുത്ത ഈ വേദേതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം കുറിച്ചെടുത്തത് ഇവിടെ ഇരുന്നിട്ടാണ്. ആ അടുത്തടുത്തായി കാണുന്ന, വളരെ അകലെയല്ലാതായി കാണുന്ന 2 ഗുഹകളിൽ വ്യാസഗുഹ, ഒന്ന് ഗണപതി ഗുഹ. വ്യാസഗുഹയിൽ നിന്ന് വ്യാസനും ഗണപതി ഗുഹയിൽ നിന്ന് ഗണപതിയും വ്യാസൻ പറഞ്ഞു കൊടുത്തതെല്ലാം എഴുതിയെടുത്തു എന്നാണ്. വേദങ്ങളെ വിന്യസിച്ചത് കൊണ്ടാണല്ലോ വ്യാസൻ എന്ന പേര് കിട്ടിയത്. വ്യസിച്ചത് ഇല്ലേ, വിന്യസിച്ചത്. അറിവിൻ്റെ പാരാവാരം ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. പരന്നൊഴുകിയിരുന്ന ആ പാരാവാരത്തെ ഞാനും നിങ്ങൾ തുടങ്ങുന്ന സാധാരണ യാത്രക്കാർക്ക്, സാധാരണ ജനങ്ങൾക്ക്, ഭക്തർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അടുക്കി വെച്ചു. അതുകൊണ്ട് വേദവ്യാസനായി, അതുകൊണ്ട് വ്യാസൻ ലോകഗുരുവായി. അങ്ങനെ വ്യാസപാദങ്ങളെ നമിച്ചുകൊണ്ട് നമുക്ക് ഗണപതി ഗുഹയും കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ വലിയൊരു കൂറ്റൻ പാറയുണ്ട്. ഭീമൻ എടുത്തു വെച്ച പാറയെന്നാണ് പറയുന്നത്. ആ ഭീമൻ എടുത്തു വെച്ച പാറയുടെ പാറയും കൂടി കടന്ന് മുന്നോട്ട് പോയാൽ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ കുതിച്ചു പാഞ്ഞു വരുന്നത് കാണാം. എന്താ? സരസ്വതി നദി എന്നാണ് പറയണത്. അന്തർയാമിയായ സരസ്വതി ഒരു 10-12 അടി മാത്രം കാണാം. ഇളം പച്ച നിറമുള്ള ആ തിളക്കമുള്ള, വെയിലേറ്റ് തിളങ്ങുന്ന, സൂര്യൻ്റെ പ്രഭാകിരണങ്ങൾ കൊണ്ട് വെയിലേറ്റ് തിളങ്ങുന്ന ആ വെള്ളം ഇങ്ങനെ പൈപ്പ് ലൈൻ പൊട്ടി കുതിച്ചു വരുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ കാണാൻ കഴിയുന്ന ആ വെള്ളം, ആ സരസ്വതി നദി, അത് പിന്നെ താഴോട്ട് പോയാൽ കാണുന്നില്ല. അത് ഗുപ്തമാവുകയാണ്, അവിടെ മാഞ്ഞു പോവുകയാണ്, അത് ഭൂമിക്കടിയിലാവുകയാണ്, അന്തർയാമിയാവുകയാണ്. വിശ്വാസമല്ല ഇത്, നേരിട്ട് കാണാൻ കഴിയും. ഇന്നും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ആ മനോഹരമായിട്ടുള്ള ആ മാനാഗ്രാമം, അവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ ഞങ്ങളൊക്കെ, ഞങ്ങളുടെ കൂടെ വന്ന യാത്രക്കാരൊക്കെ അവിടെ കാർഡ് എഴുതി കിട്ടും സ്വന്തം അഡ്രസ്സിൽ. കാരണം യാത്ര കഴിഞ്ഞ് തിരുവനന്തപുരത്ത് തിരിച്ചെത്തുമ്പോൾ അവിടെ നിന്ന് കാർഡ് നാട്ടിൽ കിട്ടും. അങ്ങനെയുള്ള ലാസ്റ്റ് വില്ലേജ് എത്ര മനോഹരമാണ്. അവിടുത്തെ കൊച്ചു സർക്കാർ സ്കൂളൊക്കെ കാണാൻ സാധിക്കും. കൊച്ചു കുട്ടികൾ, നല്ല ഓറഞ്ചിന് നിറമുള്ള ആപ്പിൾ പോലിരിക്കുന്ന, പക്ഷേ ഈ തണുപ്പ് കൊണ്ട് ചുണ്ടെല്ലാം കീറൽ വീണിട്ടില്ല നല്ല കുട്ടികൾ. മനോഹരമായ കാഴ്ചയാണ്. കുട്ടികളെ കാണാൻ സാധിക്കും. അവിടുന്ന് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ആപ്പിൾ മേടിക്കാൻ സാധിക്കും.
റാംപൂരിലേക്ക് വരുമ്പോൾ. അപ്പം നിങ്ങൾ വലിയ മാനാ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കണ്ട് ബദരിയുടെ നമ്മുടെ ശിവസ്പന്ദനങ്ങൾ തുടിക്കുന്ന ആ മന്ത്രങ്ങൾ മുഴങ്ങുന്ന സ്ഥലത്ത് തൊഴുത് നമുക്ക് നേരെ എങ്ങോട്ട് പോരാം? ഗംഗോത്രിയിലേക്ക് പോരാം. ഗംഗ ഭൂമിയിൽ പതിക്കുന്നത് ഗംഗോത്രിയിൽ വെച്ചാണ്. കാരണം ആകാശഗംഗയെ ഭൂമിയിൽ എത്തിക്കാൻ ഭഗീരഥൻ ചെയ്ത തപം, ആ ഭഗീരഥൻ്റെ തപം കൊണ്ടാണല്ലോ ആ സ്വർഗസ്ഥയായ ഗംഗയെ ഭൂമിയിലേക്ക് അയക്കുന്നത്. പക്ഷേ ആ ഭൂമിയിൽ പതിക്കുമ്പോൾ ഗംഗയുടെ പതനം ഭൂമിക്ക് താങ്ങാനാവുമോ? അതുകൊണ്ട് ശിവൻ തൻ്റെ ജഡാമകുടത്തിൽ താങ്ങി നിർത്തിയെന്ന ആ ശിവഭഗവാന്റെ ജഡാമകുടത്തിൽ നിന്ന് നേരെ താഴെ ഭൂമിയിൽ വീണ സ്ഥലമാണ് ഗംഗോത്രി. അവിടുത്തെ പാറയെ കാണും. നമ്മളിങ്ങനെ വെണ്ണ ഒരു പാത്രത്തിൽ കോരി ഒഴിച്ചാൽ എത്ര ഭംഗിയായിരിക്കും ഒഴുകി ഇങ്ങനെ പരന്നു വരുന്നത്. അതുപോലെ നല്ല മനോഹരമായ പാറകൾ, അത് പറഞ്ഞാൽ അറിയിക്കാൻ സാധിക്കില്ല. അത്ര മനോഹരമാണ് അവിടുത്തെ പാറകൾ. സപ്തവർണ്ണങ്ങളിൽ കുതിച്ചു പായുന്ന ഗംഗാനദിയെ കണ്ടാൽ ആരും ഒന്ന് ഭയന്ന് മാറി നിൽക്കും. ആ വേലേറ്റ് തിളങ്ങുന്ന ഗംഗയുടെ പൂർണ്ണമായ സൗന്ദര്യം, അതിൻ്റെ ശക്തി, അതിൻ്റെ വർണ്ണം എത്ര രസാവകരമാണ്. അത് ചതുർധാമങ്ങളിൽ ഒന്നാണ്. അവിടെ നമുക്ക് ഗംഗയിൽ കുളിക്കാൻ സാധ്യമല്ല. കാരണം അത്ര പവറാണ്, അത്ര കരുത്താണ്, അത്ര ശക്തിയാണ് ഗംഗയ്ക്കവിടെ. പക്ഷേ ആ ഗംഗ ഒഴുകുന്ന ആ ചുറ്റുവട്ടങ്ങളിലെ പാറപ്രദേശങ്ങൾ നമുക്ക് മനോഹരമായ കാഴ്ചയാണ്. പാറയുടെ സൗന്ദര്യം, ആ ഗംഗയുടെ പ്രകർഷണമേറ്റ് മിനുസപ്പെട്ട നിറങ്ങൾ മാറിയ ആ പാറ, കരിമ്പാറകൾ ഇങ്ങനെ മിനുസപ്പെട്ടിരിക്കുന്ന കാഴ്ച ഏതൊരു യാത്രികനെയും വല്ലാതെ ആകർഷിക്കുന്നതാണ്. അത് പറഞ്ഞറിയിക്കാൻ ആവാത്തതാണ് ഗംഗോത്രിയിലെ ആ കാഴ്ച. ഗംഗോത്രിയും കടന്ന് നമുക്ക് താഴേക്ക് വന്നാൽ അടുത്ത് പോകേണ്ടത് നാലാമത്തെ ധാമമായിട്ടുള്ള യമുനോത്രിയിലാണ്. അവിടെയാണ് ഭഗവാൻ കൃഷ്ണൻ്റെ ബാലലീലകൾ ആറാടിയ സ്ഥലമെന്ന് പറയുന്നത്. പക്ഷെ പ്രത്യേക കാഴ്ചയാണ്. ഗംഗോത്രിയിൽ പകലിന് നിറം നല്ല പ്രകാശമാനമാണ് എങ്കിൽ യമുനോത്രിയിലെത്തുമ്പോൾ ഇരുണ്ട വഴികളാണ്, ഇരുണ്ട കാടുകളാണ്. നട്ടുച്ചയ്ക്ക് പോലും സൂര്യപ്രകാശം അറച്ചരച്ച് വീഴുന്ന ഒരുതരം കറുത്ത നിറമുള്ള ആ പ്രദേശം. കാരണം ഭഗവാന്റെ മരണവാർത്തയറിഞ്ഞ്, സ്വർഗാരോഹണത്തിൻ്റെ വാർത്തയറിഞ്ഞ് ആ കാട്ടുപക്ഷികൾ പോലും കരഞ്ഞു എന്നാണ്. യമുനയുടെ ഉത്ഭവസ്ഥാനം അവിടെയാണ്. അവിടെ പോയാൽ മഞ്ഞുകട്ടകൾ ഇങ്ങനെ അടിഞ്ഞു കൂടിക്കിടക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. മഞ്ഞുകട്ടകൾ ഇങ്ങനെ അടിഞ്ഞു കൂടിക്കിടക്കുന്ന ആ യമുനോത്രിയുടെ ഭാഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച തപ്തകുണ്ടവും കാണാം. തൊട്ട് മുകളിൽ ഐസ് ഇങ്ങനെ കിടക്കുന്നു, അതിന് താഴെ തിളച്ചു മറിയുന്ന വെള്ളം. ഏത് നിരീശ്വരവാദിയെയും ഏത് യുക്തിവാദിയെയും അറിയാണ്ട് അടുപ്പിച്ചു പോകുന്ന ആ ഒരു സ്ഥലം, മഞ്ഞുപാളികളിങ്ങനെ ഉരുകി ഒലിക്കുന്ന യമുനോത്രിയുടെ തൊട്ട് താഴെ വെള്ളം തിളയ്ക്കുന്ന തപ്തകുണ്ടം ഈ നദിയുടെ കൂടെ ചേർന്ന് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബദരീനാഥിൽ കാണുന്ന പോലെ കാഴ്ച. ആളുകൾ ആഹാരത്തിന് വേണ്ടി തോർത്തിലിങ്ങനെ ഉരുളക്കിഴങ്ങും പയറും കിഴി കെട്ടിയിട്ടിട്ട് ആ തപ്തകുണ്ടത്തിൽ വേവിച്ച് എടുത്ത് കഴിക്കുന്ന കാഴ്ച കാണാൻ പറ്റും. കാർവർണ്ണൻ ഈ ലോകത്തു നിന്ന് മറഞ്ഞപ്പോൾ അവിടുത്തെ യമുനാവാസികൾ കരഞ്ഞു അത്രേ. അവരുടെ കണ്ണുനീരിൻ്റെ ബാക്കിയാണ് അവരുടെ മനസ്സ് വിങ്ങിപ്പൊട്ടിയതിൻ്റെ ബാക്കിയാണ് ഈ നിറമാറ്റത്തിന് കാരണം എന്ന് പറയുന്നു. അരണ്ട വെളിച്ചം, കാടുകൾക്ക് ഇരുണ്ട നിറം, ആ മേഘവർണ്ണനെ പോലെ തന്നെയാണ്, കാർമുകിൽ വർണ്ണനെ പോലെ തന്നെയാണ് ആ കാടിൻ്റെയും അന്തരീക്ഷത്തിൻ്റെയും നിറം. അങ്ങനെ ഹിമാലയത്തിലെ നാലാമത്തെ ധാമവും കണ്ട് നമുക്ക് പുണ്യം നുകർന്ന് നേരെ താഴേക്ക് വരാം.